ബീഹാറിലെ 2 ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്തെ പ്രധാന ഗോതി മീഡിയകളെല്ലാം മത്സരിച്ചാണ് മോദിക്ക് വേണ്ടി എക്സിറ്റ് പോളുകൾ പുറത്തിറക്കിയത്. എത്രത്തോളം മോദിയെ സന്തോഷിപ്പിക്കാമോ എന്ന വാശിയിലാണ് ഇവരുടെ എല്ലാം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. 12 പ്രധാന ഗോതി മീഡിയകളുടെ എക്സിറ്റ് പോളുകളും ഈ എക്സിറ്റ് പോളുകളെ കളിയാക്കിക്കൊണ്ട് മുൻ BJP കേന്ദ്രമന്ത്രി പറഞ്ഞതും എന്താണ് എന്നും നമുക്ക് പരിശോധിക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഒപ്പീനിയൻ പോളുകളിലും എക്സിറ്റ് പോളുകളിലുമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് ഗോതി മീഡിയകളെല്ലാം മോദി പറഞ്ഞതുപോലെ തന്നെ 400 സീറ്റുകൾ കൊടുക്കാൻ മത്സരിച്ചാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത്. എന്നാൽ ഇവരുടെ എല്ലാം എക്സിറ്റ് പോളുകൾ പരിപൂർണമായി തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് റിസൾട്ട് വന്നപ്പോൾ കണ്ടത്. അവസാന നിമിഷം നിതീഷ് കുമാറിനെ കൂറുമാറ്റിക്കൊണ്ടാണ് കഷ്ടിച്ച് മോദി അന്ന് ഭരണം തിരിച്ചുപിടിച്ചത്. അല്ലായിരുന്നെങ്കിൽ ബീഹാറിൽ NDAക്ക് 1 സീറ്റുകൾ പോലും അന്ന് ലഭിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകളെല്ലാം അതേ രീതിയിൽ ഉള്ളതായിരുന്നു. നമുക്ക് അറിയുന്നതിന് വേണ്ടി മാത്രം ഈ പ്രധാന 12 എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എങ്ങനെയാണ് എന്ന് ആദ്യം കാണാം. അതിനുശേഷം ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് BJPയുടെ മുൻ കേന്ദ്രമന്ത്രിയായ വ്യക്തി കളിയാക്കി പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കാണാം. പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം NDA മുന്നണിക്ക് 133 മുതൽ 159 വരെ, ഇന്ത്യ മുന്നണിക്ക് 75 മുതൽ 101 വരെ, മറ്റുള്ളവർക്ക് 2 മുതൽ 13 വരെ. ഇവരുടെ സീറ്റുകളുടെ റേഞ്ച് കണ്ടോ? കുറഞ്ഞ സീറ്റും കൂടുതൽ സീറ്റും തമ്മിലുള്ള വ്യത്യാസം 26 ആണ്. 26 സീറ്റുകളുടെ വ്യത്യാസമിട്ട് സർവേ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിവേകമുള്ളവർ ചോദിച്ചാൽ അത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അടുത്തത് പീപ്പിൾസ് ഇൻസൈറ്റിന്റെ എക്സിറ്റ് പോൾ ആണ്. ഇവരുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് NDAക്ക് 133 മുതൽ 148 വരെ, ഇന്ത്യ മുന്നണിക്ക് 87 മുതൽ 102 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 8 വരെ എന്നിങ്ങനെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. 15 സീറ്റാണ് മുന്നണികൾക്ക് കുറഞ്ഞ സീറ്റും കൂടുതൽ സീറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അത് ഒരു ന്യായമായ വ്യത്യാസമാണ് എന്ന് തന്നെ പറയാം. ഇനി TIF റിസർച്ച് എക്സിറ്റ് പോൾ പ്രകാരം NDA മുന്നണിക്ക് 145 മുതൽ 163 വരെ, ഇന്ത്യ മുന്നണിക്ക് 76 മുതൽ 95 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ. ഇവരുടെ എക്സിറ്റ് പോളിലും 18 സീറ്റുകളുടെ വ്യത്യാസമാണ് കുറഞ്ഞ സീറ്റും കൂടുതൽ സീറ്റും തമ്മിലുള്ള അന്തരം. PMarkന്റെ എക്സിറ്റ് പോൾ പ്രകാരം NDA മുന്നണിക്ക് 142 മുതൽ 162 വരെ, ഇന്ത്യ മുന്നണിക്ക് 80 മുതൽ 98 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 8 വരെ. ഇവരും 20 സീറ്റിന്റെ വ്യത്യാസമാണ് കുറഞ്ഞ സീറ്റുകളും കൂടുതൽ സീറ്റുകളും തമ്മിൽ പറയുന്നത്. ഇനി പ്രജാ പോൾ അനലിറ്റിക്സിന്റെ എക്സിറ്റ് പോൾ പ്രകാരം NDA മുന്നണിക്ക് 186, ഇന്ത്യ മുന്നണിക്ക് 50, മറ്റുള്ളവർക്ക് 7. ഇവർ 186 സീറ്റ് യാതൊരു മടിയും കൂടാതെ NDAക്ക് നൽകിയിരിക്കുകയാണ്. ഒരു റേഞ്ചും പറയുന്നില്ല താനും. അതുപോലെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് വെറും 50 സീറ്റുകളും മാത്രമാണ് എന്നും പറയാൻ ഇവർക്ക് മടിയില്ല. ടൈംസ് നൗ എക്സിറ്റ് പോൾ പറയുന്നത് NDAക്ക് 143, ഇന്ത്യ മുന്നണിക്ക് 95, മറ്റുള്ളവർക്ക് 5 സീറ്റ് എന്നിങ്ങനെയാണ്. ഇവരും കൃത്യമായ സീറ്റുകളുടെ എണ്ണമാണ്, മറിച്ച് ഒരു റേഞ്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. പോൾ ഡയറിയുടെ എക്സിറ്റ് പോൾ പറയുന്നത് NDAക്ക് ബമ്പർ സീറ്റാണ് 184 മുതൽ 209 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന്. ഇന്ത്യ മുന്നണിയുടെ സീറ്റുകളാകട്ടെ 32 വരെയായി കുറയാം, പരമാവധി 49, മറ്റുള്ളവർക്ക് 1 മുതൽ 5 വരെ. ഇവർ 243 സീറ്റ് NDAക്ക് കിട്ടും എന്ന് എന്താണ് പറയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്നാലും 200-ന് മുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ ഇവർ മടിക്കില്ല. ഇവരായിരിക്കും മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ കൃത്യമായ നമ്പർ പറയുന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. JVCയുടെ എക്സിറ്റ് പോൾ പ്രകാരം NDAക്ക് 135 മുതൽ 150 വരെ, ഇന്ത്യ മുന്നണിക്ക് 88 മുതൽ 103 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ. പോൾസ്ട്രാറ്റിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് NDAക്ക് 133 മുതൽ 148 വരെ, ഇന്ത്യ മുന്നണിക്ക് 87 മുതൽ 102 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെ. ചാണക്യയുടെ എക്സിറ്റ് പോൾ പറയുന്നത് NDAക്ക് 130 മുതൽ 138 വരെ, ഇന്ത്യ മുന്നണിക്ക് 100 മുതൽ 108 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെ. മാട്രിക്സ് IANSന്റെ എക്സിറ്റ് പോൾ പ്രകാരം NDAക്ക് 147 മുതൽ 167 വരെ, ഇന്ത്യ മുന്നണിക്ക് 70 മുതൽ 90 വരെ, മറ്റുള്ളവർക്ക് 0 സീറ്റ്. ഇത് അദാനിയുടെ ചാനലാണ്. അവരുടെ എക്സിറ്റ് പോളിലെ സീറ്റുകൾ കൂട്ടി നോക്കുമ്പോൾ 243 വരുന്നില്ല എന്നതാണ് മറ്റൊരു രസം. NDAക്ക് കിട്ടുന്ന കുറഞ്ഞ സീറ്റ് 147-ഉം ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന കൂടിയ സീറ്റ് 90-ഉം കൂട്ടുമ്പോൾ 237 ആകുന്നുള്ളൂ. അതുപോലെ
NDAക്ക് കിട്ടുന്ന പരമാവധി സീറ്റ് 167ഉം ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന കുറഞ്ഞ സീറ്റ് 70ഉം കൂട്ടുമ്പോൾ വീണ്ടും വരുന്നത് 237. ബാക്കി 6 സീറ്റുകൾ എവിടെ പോയി എന്ന് ഇവർ ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതുപോലെ ജൻ സുരാജ്, ഒവൈസിയുടെ പാർട്ടി എന്നിവയ്ക്ക് ഒരു സീറ്റുകൾ പോലും ലഭിക്കുകയില്ല എന്നാണ് അദാനിയുടെ ചാനലിന്റെ അഭിപ്രായം. ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ പറയുന്നത് NDAക്ക് 145 മുതൽ 160 വരെ, ഇന്ത്യ മുന്നണിക്ക് 73 മുതൽ 91 വരെ, മറ്റുള്ളവർക്ക് 5 മുതൽ 10 വരെ എന്നാണ്. അങ്ങനെ എല്ലാ ഗോദി മീഡിയകളുടെയും എക്സിറ്റ് പോൾ പ്രകാരം NDAക്ക് മിനിമം 130 സീറ്റുകളും മാക്സിമം 209 സീറ്റുകളും വരെ ലഭിക്കാം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇവർ വളരെ നന്നായി ചെയ്തു എന്ന് പറയാതെ വയ്യ. ഇനി ഇവരുടെ എല്ലാം പോൾ ഓഫ് പോൾസ് നോക്കുമ്പോൾ NDAക്ക് 154, ഇന്ത്യ മുന്നണിക്ക് 84, മറ്റുള്ളവർക്ക് 5 എന്നിങ്ങനെയാണ് സീറ്റുകൾ കിട്ടുന്നത്. ഇവരുടെയൊക്കെ എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ സെലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് വേണം കരുതാൻ. ഓർക്കണം, ബീഹാറിൽ ഇതുവരെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയ പോളിംഗ് ആണ് നടന്നത്. സാധാരണയായി ഇത്ര വലിയ പോളിംഗ് നടക്കുമ്പോൾ ഭരിക്കുന്ന കക്ഷിക്ക് എതിരെയാണ് ജനവികാരം ഉണ്ടാവേണ്ടത്. എന്നാൽ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ കാര്യങ്ങൾ സാധാരണയിൽ നിന്നും നേരെ തിരിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗോദി മീഡിയകളുടെ ഈ എക്സിറ്റ് പോളുകളെ പരിഹസിച്ചുകൊണ്ട് BJP മുൻ കേന്ദ്രമന്ത്രിയും വാജ്പേയിയുടെ വളരെ അടുപ്പക്കാരനുമായിരുന്ന യശ്വന്ത് സിൻഹ രംഗത്തെത്തി. ബീഹാറിൽ നിന്നുള്ള മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം 1990-91 ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ 1998 മുതൽ 2002 വരെ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലും ധനകാര്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 2002 മുതൽ 2004 വരെ വാജ്പേയി മന്ത്രിസഭയിൽ ഇദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. ഇങ്ങനെയുള്ള അദ്ദേഹം ഗോദി മീഡിയകളുടെ എക്സിറ്റ് പോളിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബീഹാറിലെ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റാണ്. എന്റെ സർവേ കാണിക്കുന്നത് NDAക്ക് ബീഹാറിൽ ഏറ്റവും കുറഞ്ഞത് 200 സീറ്റെങ്കിലും ലഭിക്കുമെന്നും ഇന്ത്യ മുന്നണി തുടച്ചു നീക്കപ്പെടുമെന്നും ആണ്. നവംബർ 14-ാം തീയതി എന്റെ പ്രവചനം പരിപൂർണമായി തെറ്റായിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇനി എന്റെ അഭിപ്രായം എന്താണ് എന്ന് പറയാം. ഈ എക്സിറ്റ് പോളുകൾ വെറുതെ പറയുന്നതാകാൻ വഴിയില്ല. അവർക്ക് മോദിയുടെ സെലക്ഷൻ കമ്മീഷനിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതിനാൽ നോൺ ബയോളജിക്കൽ മോദിയുടെ NDAക്ക് 180 സീറ്റുകൾ കിട്ടുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അത് ബീഹാറിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, മറിച്ച് മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ മാജിക്കാണ്. ജനങ്ങളുടെ മനസ്സ് അനുസരിച്ചാണെങ്കിൽ, അവർ വോട്ട് ചെയ്തതനുസരിച്ച് ആണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് 150 സീറ്റുകളെങ്കിലും ലഭിക്കേണ്ടതാണ്. എന്നാൽ നോൺ ബയോളജിക്കൽ മോദിയുടെ ഇന്ത്യയിൽ നടക്കുന്നത് ഇലക്ഷൻ അല്ല, മറിച്ച് സെലക്ഷൻ ആണല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?